ഇവിടെ അച്ഛനും രണ്ട് കുട്ടികളും കൂടി സിറ്റിയിൽ നിന്ന് ഒരു ഗ്രാമത്തിലേക്ക് താമസം മാറുകയാണ്. അവർ പെട്ടിയും കിടക്കയൊക്കെ എടുത്തിട്ട് ഒരു മലയുടെ ചെരുവിലെ വീട്ടിലെത്തുന്നു. അങ്ങനെ അവരുടെ വീട് കണ്ടുപിടിച്ച് അവിടേക്ക് പോയി. അവിടെ കുട്ടികൾക്കായിരുന്നു ഏറ്റവും ത്രില്ല്. അവരവിടെ ചാടി കളിച്ച് നടന്നു. ആ വീട് ഒരുപാട് പഴയതായിരുന്നു. ചെതലൊക്കെ അരിച്ച് എപ്പ പൊളിയാന്ന് നോക്കിയാ മതി. പിള്ളേരുള്ളിലേക്ക് കയറിയപ്പോ അവിടെ എന്തോ വിത്ത് കിടക്കുന്നത് കണ്ട് അത് എടുത്തു. ഇവിടെ ആരുമില്ലെന്നല്ലേ പറഞ്ഞു, പിന്നെ എവിടുന്ന ഈ വിത്ത് വരാനെന്ന് പിള്ളേര് ചോദിച്ചു. അത് മുകളിൽ നിന്ന് താഴെ വീണതാണ്. അങ്ങനെ അവർ മുകളിലേക്ക് നോക്കിയപ്പോ അവിടെ ഒന്നുമില്ല. അവര് വീടെല്ലാം ചുറ്റി കാണാനായി തുടങ്ങി. എന്നിട്ട് ആ വീട് ഫുള്ള് അടിച്ച് തുടച്ച് ക്ലീൻ ആക്കി. രാത്രി കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങി. പിറ്റേ ദിവസം മുതൽ ചേച്ചി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. ചേച്ചി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ചെറിയ കുട്ടി ഒറ്റയ്ക്കായി. അവളാണെങ്കിലോ വീട് ഫുള്ള് ചുറ്റി കറങ്ങി പൂവൊക്കെ എടുത്ത് അച്ഛന് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ പൂവും തപ്പി നടന്നപ്പോ ഒരു ഓട്ടപാത്രം കണ്ടു. അതെടുത്ത് അതിന്റെ ഹോളിലൂടെ ഉള്ളിലേക്ക് നോക്കിയപ്പോ താഴെ ഒരു വിത്ത് തിളങ്ങുന്നു. അവൾ അവിടെ കിടന്ന വിത്തൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ അത് എടുത്ത് പോയപ്പോ അവൾ ഒരു ജന്തുവിനെ കണ്ടു. ആ ജന്തുവിന്റെ പിന്നാലെ ഓടിപ്പോയി. പക്ഷെ പെട്ടെന്ന് അത് അപ്രത്യക്ഷമായി. എല്ലായിടത്തും അവൾ നോക്കി. ഒന്നല്ല, രണ്ട് ജന്തുക്കളെ ബാക്കിലൂടെ ബാണ്ടക്കെട്ടുമായി പോകുന്നു. അതിൽ നിന്നാണ് വിത്ത് വീണത്. അവള് അവറ്റകളുടെ പിന്നാലെ പോയി. ജന്തുക്കൾ കാടിന്റെ ഉള്ളിലേക്ക് പോയി. പക്ഷെ പിന്നാലെ പോയ കുട്ടി തല അടിച്ച് വീണു. നോക്കിയപ്പോ അടിയിലൊരു വഴിയുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് പോയി വീണത് കാട്ടിലെ ഒരു വിചിത്രമായ സ്ഥലത്താണ്. എണീറ്റ് നോക്കിയപ്പോ ആനയെ പോലെ ഒരു ജന്തു അവിടെ കിടക്കുന്നു. അവൾ അതിനെ ഇക്കിളിയാക്കി മേത്തൊക്കെ കയറി അതിനെ ശല്യപ്പെടുത്തി. ആ ജന്തു ആണെങ്കിലോ അവളെ മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ കിടന്നുറങ്ങി. അത് കണ്ട് അവൾക്കും ഉറക്കം വന്ന് അവിടെ കിടന്നുറങ്ങി. ചേച്ചി സ്കൂള് വിട്ട് വന്നപ്പോ അനിയത്തിയെ കാണാനില്ല. അവളുടെ തൊപ്പി കണ്ട് ആ വഴിയിലൂടെ അച്ഛന്റെ ഒപ്പം ഉള്ളിലേക്ക് വന്നപ്പോ മറ്റാളിതേ അവിടെ കൂർക്കം വലിച്ചുറങ്ങുക. അവളെ വിളിച്ചുണർത്തിയപ്പോ ഞാനൊരു വലിയ സാധനത്തെ കണ്ടു ചേച്ചി എന്ന് പറഞ്ഞു. കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോയി. അവള് പോയ വഴിയിലൂടെ കൊണ്ടുപോയി. എത്തിയത് വെളിയിലേക്കാണ്. എന്നാൽ ഇതല്ലല്ലോ ഞാൻ പോയ വഴി, ഞാൻ എത്തിയത് ഈ സ്ഥലത്തല്ലല്ലോ എന്ന് ചിന്തിച്ചു. എന്നിട്ട് വേറൊരു വഴിയിലൂടെ പോയി. അപ്പോഴും എത്തിയത് പുറത്തു തന്നെ.